തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ യുഡിഎഫിന് സമഗ്രാധിപത്യം. 2020 നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ മിന്നുന്ന ജയത്തോടെ യുഡിഎഫ് തിരിച്ചുപിടിച്ചു. എൽഡിഎഫിന് വലിയ തകർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. നഗരസഭകളിൽ ഒന്നിലും എൽഡിഎഫിന് മുന്നിലെത്താനായില്ല. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലും യുഡിഎഫ് വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ യുഡിഎഫിന് സമഗ്രാധിപത്യം. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ എൻഡിഎ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. 2020 അസാധാരണ മുന്നേറ്റത്തോടെ 4 പഞ്ചായത്തുകളിലും 1 ബ്ലോക്ക് പഞ്ചായത്തിലും ഭരണം നേടിയ 2020 ഇക്കുറി 2 മാത്രമാണ് ഭരണം ഉറപ്പിക്കാനായത്. 10 വർഷത്തെ ഭരണത്തിനു ശേഷം 2020 ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടമായ കൊച്ചി കോർപ്പറേഷൻ ഭരണം ഇക്കുറി മികച്ച വിജയത്തോടെ തിരിച്ചുപിടിച്ചത് യുഡിഎഫിന് ഇടതുപക്ഷത്തോടുള്ള മധുര പ്രതികാരം കൂടിയായി. ആകെയുള്ള 76-ൽ 47-ലും യുഡിഎഫ് വിജയിച്ചു. വിമതശല്യം അലട്ടിയിട്ടും ശക്തമായ തിരിച്ചുവരവാണ് യുഡിഎഫ് നടത്തിയത്. അതേസമയം കഴിഞ്ഞ കൗൺസിലിലെ പ്രതിപക്ഷ നേതാവായിരുന്ന ആന്റണി കൂരിത്തറ പരാജയപ്പെട്ടു. സംസ്ഥാനത്തെ മികച്ച നഗരഭരണമെന്ന് പ്രചരിക്കപ്പെട്ടിട്ടും ഭരണകക്ഷിയായ എൽഡിഎഫിന്റെ സീറ്റ് നില 22-ലേക്ക് ഒതുങ്ങി. ചരിത്ര വിജയത്തോടെയാണ് ജില്ലാ പഞ്ചായത്തിൽ യുഡിഎഫ് ഭരണം നിലനിർത്തിയത്. ആകെയുള്ള 28-ൽ 25 സീറ്റും യുഡിഎഫ് വിജയിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 9 സീറ്റ് അധികം നേടിയാണ് യുഡിഎഫ് മുന്നേറ്റം. 16 സീറ്റായിരുന്നു 2025-ൽ ഉണ്ടായിരുന്നത്. 2025-ൽ 2020 പിടിച്ചെടുത്ത വെങ്ങോല, പുത്തൻകുരിശ് ഡിവിഷനുകൾ ഇക്കുറി അവർക്ക് നഷ്ടമായി. 2ഇടത്തും പാർട്ടി 2ാം സ്ഥാനത്തുണ്ട്. ജില്ലയിലെ 13 നഗരസഭകളിൽ 11ഉം യുഡിഎഫിനാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച എൻഡിഎ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ജില്ലയിൽ ആദ്യമായാണ് ഒരു നഗരസഭയിൽ ബിജെപി നേതൃത്വം നൽകുന്ന മുന്നണി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നത്. നഗരപ്രദേശങ്ങളിൽ ആഞ്ഞടിച്ച യുഡിഎഫ് തരംഗം ഗ്രാമപഞ്ചായത്തുകളിലും പ്രകടമായി. ആകെയുള്ള 82 പഞ്ചായത്തുകളിൽ 66-ലും യുഡിഎഫ് ഭരണം നേടി. 7ഇടത്ത് മാത്രമാണ് എൽഡിഎഫിന് നേടാനായത്. കഴിഞ്ഞ തവണ 4ഇടത്ത് ഭരണം നേടിയ 2020 ഇക്കുറി അധികാരം കിഴക്കമ്പലത്തും ഐക്കരനാടും മാത്രമായി. ഐക്കരനാട് 2020 പ്രതിപക്ഷമില്ലെന്ന 2020-ലെ പ്രത്യേകത ഇക്കുറിയും ആവർത്തിച്ചു. മീഡിയ ടൈം, കൊച്ചി.